എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടും അല്ലാതെയും പേഴ്സണായിട്ട് വിളിച്ചിട്ടും എല്ലാം പറഞ്ഞ് ആർട്ടിക്കിൾ 370 ആൻഡ് 35A ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. ആർട്ടിക്കിൾ 370 2019 ഓഗസ്റ്റ് 5 അബ്രോഗേറ്റ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ്. അത് JNK കുറിച്ചായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഇതിൻ്റെ കുറച്ച് ബാക്ക് ഡ്രോപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ആ സമയത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ആർട്ടിക്കിൾ 370 വന്നതെങ്ങനെയെന്ന് അറിഞ്ഞാൽ മാത്രമേ അതെന്തായിരുന്നെന്നോ അല്ലെങ്കിൽ അത് റദ്ദാക്കുന്നത് കൊണ്ട് എന്താണ് ഒരു ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന സ്റ്റേറ്റിന് ഇപ്പോൾ അത് യൂണിയൻ ടെറിട്ടറീസായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിന് എന്തൊക്കെ അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, ആളുകൾക്ക് വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയണം. എങ്കിൽ മാത്രമേ ഈ കാശ്മീർ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള ആ ഒരു സംസ്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഇതിനകത്തൊരു കാര്യമോ കാരണമോ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ കുറേ പേരൊക്കെ നിങ്ങളെ അന്നത്തെ ഭരണാധികാരികളെയൊക്കെ പഴിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അതിനൊക്കെ ഒരു കാരണം, വ്യക്തമായ കാരണമല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഇതൊരു 2-3 എപ്പിസോഡായിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ ലെങ്തി സബ്ജക്റ്റ്. അപ്പോൾ പറയുമ്പോൾ കുറച്ച് വിശദമായിട്ട് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട്സ് കുറച്ചുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് to India on August 15, 1947, India emerged as a sovereign democratic nation facing immense challenges. ഒന്നും ഈസി അല്ലായിരുന്നു, ഇൻക്ലൂഡിങ് ദി പാർട്ടീഷൻസ്, communal violence, massive refuge rehabilitation, and the integration of over 500 princely states. 565 പ്രിൻസിലി സ്റ്റേറ്റ്സ് ആണ്, നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന്. അതിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ മെയിൻ ചാലഞ്ചായിട്ടുണ്ടായിരുന്നത്. സിമിലർലി കമ്മ്യൂണൽ വയലൻസ് എല്ലായിടത്തും നടക്കുകയാണ്. നമ്മൾ ചെയ്യുമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണമെന്നത് വരെ ഉള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നത്. ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്സ്. നമ്മൾ ഇക്കണോമിക്കായിട്ട് സാമ്പത്തികമായിട്ട് എങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അന്ന് വളരെ ദാരിദ്ര്യമായിരുന്നു, വലിയ കഷ്ടപ്പാടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അതായത് ഡാം, സ്റ്റീൽ പ്ലാന്റ്സ് എന്നിവയാണ് അന്ന് ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ സെക്കുലറിസം ആൻഡ് ഡെമോക്രാറ്റിക് സോഷ്യൽ റിഫോം, നമ്മളെല്ലാവരും ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ. അന്നാണെങ്കിൽ 1947 ഇതൊന്നും ആയിട്ടില്ല, നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ആയിട്ടില്ല ആ സമയത്ത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആദ്യത്തെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രൈമറി സ്റ്റേറ്റ്സ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഈ പ്രിൻസിലി നാട്ടുരാജ്യങ്ങളെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കാം എന്നുള്ളതായിരുന്നു ഒരു വളരെ ഏറ്റവും വലിയ ചാലഞ്ച്. ആ ചാലഞ്ച് ഏറ്റെടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, നമുക്ക് അതിൻ്റെ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ദി ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ഗേവ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻ ഓപ്ഷൻ ടു accede to the newly born dominions India or Pakistan, or continue as an independent sovereign state. ഏതൊരു നാട്ടുരാജാക്കന്മാർക്കുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ഇന്ത്യയോട് ചേരുക, അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനോട് ചേരുക. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് തുടരുക. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു അതിൻ്റെ ബേസ് പറഞ്ഞിരുന്നത്. അറ്റ് ദാറ്റ് ടൈം മോർ ദാൻ 500 പ്രിൻസിലി സ്റ്റേറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ 565 ആണ്, ഹാവ് covered 48% of the area of
pre-independent India and constituted 28% of its population. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇത്. പലർക്കും അറിയാതെയാണ് നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുക സ്വാതന്ത്ര്യം നേടുന്നത് അല്ലേ. ബ്രിട്ടീഷുകാരുടെ ഒക്കുപ്പേഷനിലുള്ള ഇന്ത്യ അധികം ഇല്ലായിരുന്നു. 48% ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ നാട്ടുരാജാക്കന്മാർ, ഈ പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നവരുടെ അധീനതയിലായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ ആ ഏരിയ മാത്രം നമ്മൾ ഭരിക്കേണ്ട ഒരു ഗതികേടാണ് വരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ബാക്കി നാട്ടുരാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂപ്രദേശമായിരുന്നു, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ. അപ്പോൾ അവരെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. മാത്രമല്ല 28% ഓഫ് പോപ്പുലേഷൻ ഇവരുടെ കയ്യിലായിരുന്നു. 28% ജനസംഖ്യ അവരുടെ അണ്ടറിലായിരുന്നു, ഈ സ്ഥലങ്ങളിലായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ബേസിക്കലി എല്ലാവരും വിചാരിച്ചിരുന്നത് ലിംഗ്വിസ്റ്റിക്, പിന്നെ റിലീജിയസ്, മെയിനായിട്ട് റിലീജിയൻ. മുസ്ലിങ്ങളാണല്ലോ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ട് വേറെ കൺട്രി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു കൺട്രി എന്നുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മുസ്ലിങ്ങളല്ലാത്തവരും പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളായവർ പോകണ്ടെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാം ഉണ്ടല്ലോ. നമ്മളൊരു കൺട്രിയെ വിഭജിച്ചിട്ട് രണ്ട് പോർഷനായിട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ എന്നുള്ളൊരു ഘടന, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം അവിടെ ഉണ്ട്. അവരെയാണ് നമ്മൾ ഈ കീറി മുറിക്കുന്നത്. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രാവശ്യം ഒരു ജീവിതകാലത്ത് ഒരു രാജ്യത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു കഷ്ടം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് വി കനോട്ട് ഇമാജിൻ ദാറ്റ്. ഞാനിപ്പോൾ ഇന്നത്തെ കുട്ടികളോട് നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ആ കുട്ടികൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ വേണ്ടി വന്നില്ലല്ലോ. അന്ന് നമ്മുടെ പൂർവ്വജന്മാർ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും ഇതൊന്നും ഇവർക്കൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ഈവൻ നമ്മുടെ തലമുറയ്ക്ക് തന്നെ അധികം കാര്യമായിട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. വി ആർ ലക്കി ഇനഫ് ഫോർ ദാറ്റ്. ഓക്കെ, ദീസ് കിങ്ഡംസ്, അതായത് ഈ നാട്ടുരാജ്യങ്ങൾ, വേർ നോട്ട് ലീഗലി പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അവർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ലീഗലി പാർട്ടായിരുന്നില്ല. ബട്ട് ഇൻ റിയാലിറ്റി ദേ വർ കംപ്ലീറ്റ്ലി സബോർഡിനേറ്റ് ടു ദി ബ്രിട്ടീഷ് ക്രൗൺ. അവരുടെ അണ്ടറിലായിരുന്നു. അവരെ എതിർത്തുകൊണ്ടൊന്നും ഇവർക്ക് ജീവിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലീഗലി അവരുടെ അണ്ടറിലായിരുന്നില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർക്കും അതൊരു ചാൻസാണ് അല്ലേ. ഫോർ ദി ബ്രിട്ടീഷ് ദി സ്റ്റേറ്റ്സ് വെർ ടു നെസസറി അലീസ് ടു കീപ് ഇൻ ചെക്ക് ദി റൈസ് ഓഫ് other colonial powers and nationalist agencies in India. ഓക്കെ, അത് പറയുന്നത് വെച്ചാൽ ഇതൊരു അത്യാവശ്യം കൂടിയായിരുന്നു അവർക്ക്. അവരും ഈ നാട്ടുരാജാക്കന്മാരുടെ ത്രൂ ആണ്, വേറെ ആരും ഇവിടെ കൊളോണിയൽ പവേഴ്സൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് നോക്കി ഇന്നത്. കാരണം ഈ നാട്ടുരാജാക്കന്മാർ അറ്റ്ലീസ്റ്റ് അവർ ബ്രിട്ടീഷുകാരോട് ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലാതെ ആ ഏരിയകളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അക്കോർഡിംഗ്ലി ദി പ്രിൻസസ് വെർ ഗിവൺ ഓട്ടോണമി ഓവർ ദെയർ ടെറിട്ടറീസ്. അവർക്കെല്ലാം സ്വയംഭരണ അവകാശമുണ്ടായിരുന്നു. ബട്ട് ദി ബ്രിട്ടീഷ് അക്വയർഡ് ഫോർ ദംസെൽഫ് ദി റൈറ്റ് ടു അപ്പോയിൻറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗെറ്റ് മിലിറ്ററി സപ്പോർട്ട് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഇവർക്ക് സ്വയംഭരണാവകാശം ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ മിനിസ്റ്ററെ നിയോഗിക്കുക, ഈ കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് അവരുടെ കയ്യിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ആവശ്യമുണ്ടെങ്കിലും മിലിറ്ററി സപ്പോർട്ട് ഈ നാട്ടുരാജ്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ഒരു മാതൃകയായിരുന്നു അവർ. സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യാസ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ, വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് ശ്രീ VP Menon, the Secretary of the Ministry of State, was given the formidable task of integrating the princely states. സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തെ സഹായിക്കാൻ VP Menon സെക്രട്ടറി ആയിരുന്നു. ഇവർ രണ്ടുപേർക്കുമാണ് ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്തം കൊടുക്കുന്നത്. ഓക്കേ, അപ്പോൾ ഈയിടെ ഒരു യൂട്യൂബിൽ ഞാനിതിൻ്റെ ഒരു ഫിലിം കണ്ടതാണ്. അതായത് സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് ഒരു കയ്യിൽ ക്യാരറ്റും മറു കയ്യിൽ
ഒരു വടിയുമായിട്ടാണ് ഇറങ്ങിയത് ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിലൊക്കെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ആദ്യം ക്യാരറ്റ് കൊടുക്കും, അത് കഴിക്കുന്നില്ലെങ്കിൽ വടിയെടുക്കും. കാരണം ഇവരൊന്നും സമ്മതിക്കത്തില്ലെന്ന്. ആർക്കും അവരുടേതായ ആ ഒരു അധികാരം നഷ്ടപ്പെടുത്താൻ ആരും സമ്മതിച്ചിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞ ഒരു പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു റോയൽ ഫാമിലീസ് ഫോർ ദെയർ എഗ്രിമെൻറ്റ് ടു മെർജ് വിത്ത് ഇന്ത്യയുമായിട്ട് ചേരുകയാണെങ്കിൽ ഒരു പ്രിവി പേഴ്സ് പൈസ നല്ലൊരു എമൗണ്ട് അവർക്ക് കൊടുത്തു. ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയല്ല, അവരുടെ രാജ്യമല്ലേ, അവരുടെ പേരിലുള്ള രാജ്യമാണിത്, അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം അവരുടെ പേരിലാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മളങ്ങ് ഏറ്റെടുക്കുകയാണ് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെയുള്ള രാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഏർപ്പെടുത്തി. ബിക്കാനീർ, ബറോഡ ആൻഡ് ഫ്യൂ അതർ സ്റ്റേറ്റ്സ് ഫ്രം രാജസ്ഥാൻ വേർ ദി ഫസ്റ്റ് വൺസ് ടു ജോയിൻ ദി യൂണിയൻ. ഇന്ത്യൻ യൂണിയനായിട്ട് ആദ്യമായി ചേർന്നത് ബിക്കാനീർ, ബറോഡ എന്നീ രാജ്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ രാജസ്ഥാനിലുള്ള കുറച്ച് സ്ഥലങ്ങളായിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു. അവർ പെട്ടെന്ന് ചേർന്നു. അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ഗുണവും ദോഷവും എല്ലാം മനസ്സിലായി. ഇനിയിപ്പോൾ ഈ രാജഭരണം കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അവരങ്ങനെ ശ്രമിച്ചു. There were several other states that were adamant to not join India. ഇന്ത്യയുമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ പ്രിൻസിലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. സം ഓഫ് ദം തോട്ട് ദിസ് ടു ബി ദി ബെസ്റ്റ് മൊമെൻറ്റ് ടു അക്വയർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്ഹുഡ്. ചിലരൊക്കെ വിചാരിച്ച് ഇതാണ് ഏറ്റവും നല്ല ഒരു ചാൻസ്, ഈ ഒരു ചാൻസിൽ ഏതായാലും സ്വാതന്ത്ര്യം കിട്ടുവാണല്ലോ, ഞങ്ങൾ വേറെ രാജ്യമായിട്ട് നിലകൊണ്ടോളാമെന്ന് പറഞ്ഞിട്ട് വേറെ രാജ്യമായിട്ട് നിലകൊള്ളാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നു. വൈൽ ദർ വെർ അതേഴ്സ് ഹൂ വാണ്ടഡ് ടു ബിക്കം പാർട്ട് ഓഫ് പാകിസ്ഥാൻ. ചില ആളുകളാണെങ്കിൽ പാകിസ്ഥാനോട് ചേരാനും പറഞ്ഞു. അങ്ങനെ ഉള്ള കുറച്ച് പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെ ഓരോരുത്തരെയും നമ്മൾ നോക്കാനുണ്ട്. ആ പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെ ഓരോരുത്തരുടെയും ആരൊക്കെയാണ് ഇതിൽ സമ്മതിക്കാതെ ഇരുന്നത് എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്കത് നോക്കാം. 2-3 എപ്പിസോഡായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.